ആപ്കി അദാലത്തിൽ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരിക്കെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം റിലീഫ് എന്ന പേരിൽ രാഷ്ട്രീയം നടത്തി എന്നുള്ളതാണ്. മനീഷ് സാർ, ഇപ്പോഴാണ് ഉത്തരാഖണ്ഡിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. ചിലർ പറയുന്നത് 10,000 മുതൽ 12,000 ആൾക്കാർ മരിച്ചുപോയെന്നാണ്. പിന്നെ ഇതുപോലത്തെ ദുഃഖകരമായ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയം കളിക്കാൻ പാടില്ലെന്ന് ജനങ്ങൾ പറയാറുണ്ട്. പക്ഷേ 22-ാം തീയതി താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. ഉറുദു പത്രപ്രവർത്തകരോട് താങ്കൾ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ഡിസാസ്റ്റർ ടൂറിസത്തിന് പോയിരിക്കുകയാണെന്ന്. പിന്നെ അദ്ദേഹം സ്വയം റാംബോ എന്ന് കരുതുകയാണ്. ഇതുപോലത്തെ ചീപ്പായ സെലിബ്രിറ്റി എടുത്തുനിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്നും പറഞ്ഞു. ആരാണോ സഹായം ചെയ്യാൻ പോയത് അവരുടെ മേൽ ഇങ്ങനൊരു കുറ്റം ചുമത്തുന്നത്? അതായത് രജിത് സാർ, നിങ്ങളിപ്പോ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ജൂൺ 16-ന്റെ അന്ന് ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ഉത്തരാഖണ്ഡിലെ ജനങ്ങളെയാണ് ബാധിച്ചത്. നിങ്ങൾ ഏത് ദിവസത്തെ പറ്റിയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞായറാഴ്ചയാണ്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ആ ദിവസത്തെ ന്യൂസ് പേപ്പറിലെ ഒരു ന്യൂസും ഉണ്ടായിരുന്നു. ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ജില്ലയിലുള്ള 15,000 ആൾക്കാരെ 48 മണിക്കൂറിനകത്ത് രക്ഷിച്ചു എന്ന്. അതിന് മുന്നേയായിട്ട് ഞാൻ അത് ബ്രേക്കിംഗ് ചെയ്തപ്പോൾ അതിൻ്റെ കാര്യങ്ങളെയൊക്കെ പറ്റി എന്ത് കാര്യമാണോ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വച്ചത് അതുപ്രകാരം ഇന്ത്യ മുഴുവനായിട്ടും എത്ര എലമെന്റ്സ് ഓഫ് നാഷണൽ പവർ ഉണ്ടായിരുന്നുവോ, ആർമി, എയർഫോഴ്സ്, ITBP, NDRF, പിന്നെ അവിടുത്തെ സർക്കാർ, എല്ലാവർക്കും ചേർന്നിട്ട് 10,000 ആൾക്കാരെ മാത്രമേ രക്ഷിക്കാനായിട്ട് സാധിച്ചുള്ളൂ. സോ ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഒരു ആൾ അദ്ദേഹത്തിൻ്റെ പദവിയിലിരുന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം, അദ്ദേഹം ഇതുപോലുള്ള ഈ ക്രെഡിറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തനിച്ച് 15,000 പേരെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിലെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഇതൊന്നും നോക്കാനേ പോകുന്നില്ല. ഗുജറാത്ത് ആരാണ്, പഞ്ചാബ് ആരാണ്, ഇനിയിപ്പോൾ തമിഴരാരാണ്, മധ്യപ്രദേശിൽ ആരൊക്കെയുണ്ട്, അങ്ങനൊന്നും നോക്കില്ല. ഒരു പക്ഷേ ഇനി അദ്ദേഹം സഹായിക്കാനാണ് പോയിരുന്നതെങ്കിൽ അദ്ദേഹം 15,000 ആൾക്കാരെ ശരിക്കും രക്ഷിച്ചതാണെങ്കിൽ ഞാൻ ആ കാര്യം സമ്മതിച്ചേക്കാം. ശരി, അദ്ദേഹം 15,000 പേരെ രക്ഷിച്ചു. ഇനിയിപ്പോൾ അതിൽ പകുതി ആൾക്കാരെ മാത്രം എടുക്കുകയാണെങ്കിൽ എന്നാലും ഞങ്ങൾ കാര്യങ്ങൾ സമ്മതിച്ചു. പക്ഷേ നേതാവായ രാജ്നാഥ് സിംഗ് നരേന്ദ്രമോദിയോട് ചോദിച്ചു. അതിന് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരിക്കലും നൽകിയിട്ടില്ലെന്നാണ്. നോക്ക്, ഇനിയൊരു പക്ഷേ അദ്ദേഹം അതൊന്നും ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വന്നതെന്തായിരുന്നു? അതും വളരെ പ്രശസ്തമായൊരു ന്യൂസ് പേപ്പറിൽ അത് വന്നത്. അത് ഭാരതീയ ജനതാ പാർട്ടിയും എതിർത്തിട്ടില്ല, അതിനെ ഗുജറാത്ത് സർക്കാരും എതിർത്തതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. ഇനിയൊരു പക്ഷേ അവർ ഇതുപോലുള്ള ക്ലെയിം ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, പിന്നെ 15,000 പേരെ രക്ഷിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, പിന്നെ 90 ഇന്നോവസൊക്കെ യൂസ് ചെയ്ത്, പിന്നെ അതേ പത്രത്തിൽ തന്നെ 4 ദിവസം കഴിഞ്ഞ് വേറൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 90 ഇന്നോവ 24 മണിക്കൂറും ഓടിയിട്ടുണ്ട് എന്ന്. ഇത്രയും നാൾ ഇങ്ങനെ ഓടിയത് കൊണ്ടാണ് ഇത്രയും പേരെ രക്ഷിക്കാൻ സാധിച്ചതെന്ന്. ഇനിയിപ്പോൾ അവർ അങ്ങനെയൊന്നും തന്നെ പറയാതിരുന്നിരുന്നെങ്കിൽ. ഈ കണക്കൊക്കെ താങ്കൾ നൽകിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്ക്, ഈ നാട്ടിലെ ഒരു നല്ല കാര്യമുണ്ട്. ഈ നാട്ടിലെ മീഡിയാസില്ലേ, അവര് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്ററുടെ വാക്ക് പോലും കേൾക്കത്തില്ല. കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മൾ പുലർത്തിപ്പോകുന്ന പാരമ്പര്യം, ആ പാരമ്പര്യത്തെ നമ്മൾ ബഹുമാനിച്ചേ തീരൂ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ ശരിയായ രീതിയിൽ ശരിയായ വഴിക്കൊരു പ്രീ മീഡിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയിലാണ്. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ BJPയുടെ നേതാവ് ജനാധിപത്യത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുന്നെന്ന്. അതിന്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വെള്ളപ്പൊക്കത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി അയച്ച പാക്കറ്റുകളിൽ അതിൻ്റെ മുകളിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഫോട്ടോ ഉണ്ട്. ഇത് രാഷ്ട്രീയമല്ലേ? ഇനിയിപ്പോ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മന്ത്രിയോ അല്ലെങ്കിൽ MLAയോ അതിലവര് ഫോട്ടോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒന്നും. ഇത് രാഷ്ട്രീയം കളിക്കുന്നതാണോ അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നതാണോ, അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഇതിപ്പോ എല്ലാ പാർട്ടികളും നരേന്ദ്രമോദിയുടെ പേരിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് വാങ്ങാനുള്ള പ്രവൃത്തിയാണ്. സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ആരെങ്കിലും ചെയ്താൽ അത് ക്രെഡിറ്റ് വാങ്ങാനുള്ള പ്രവൃത്തിയാണ്. രജിത് സാർ, ഇത് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇതാരും തന്നെ ചെയ്തിട്ടില്ല. ആരും ഒരു കാര്യവും തന്നെ ചെയ്തിട്ടില്ല. ഇതവരൊക്കെ സ്വന്തമായിട്ട് ചെയ്തതാ.
ഒരു പക്ഷെ അവരെല്ലാരെങ്കിലും ഇതേപോലെ ആരോ ചെയ്തെന്നല്ലേ പറഞ്ഞു? അല്ലല്ല, ഇനിയിപ്പോ പബ്ലിക് റിലേഷൻഷിപ്പ് ഏജൻസിയെ ഹയർ ചെയ്തിരുന്നുവെങ്കിൽ, പിന്നെ ആ പബ്ലിക് റിലേഷൻഷിപ്പ് ഏജൻസി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ, അപ്പൊ നോക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയല്ലേ. ഞാനിപ്പോ ഈ വിഷയത്തെ പറ്റി മാത്രം സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ വർക്കേഴ്സ്, അതായത് താഴെ തട്ടിലുള്ള വർക്കേഴ്സ്, ദുരിതബാധിതർക്കുള്ള സാധനങ്ങൾ മൊബൈലൈസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്തായാലും അവരുടെയൊക്കെ മനസ്സിൽ ഒരു ബഹുമാന സൂചകമായിട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന് സൂചകമായിട്ട് അവരുടെ മന്ത്രിമാരുടെയോ തലവന്മാരുടെയോ ഫോട്ടോയൊക്കെ ഇട്ടെന്നിരിക്കും. അത് ഉറപ്പായിട്ടും ഇടും. ഇതിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമോ ചീപ്പായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് അവരുടെ ഇഷ്ടമാണ്. ശരി, താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുകയാണ്. ജൂലൈ 1 താങ്കൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, താങ്കൾ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ 2 സഭകളിലുമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ എഫക്റ്റായ സ്ഥലങ്ങളിൽ വന്നിരുന്നോ എന്നാണ് ചോദിച്ചത്. ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നരേന്ദ്രമോദി പോയാലും താങ്കൾ കുറ്റപ്പെടുത്തുകയാണ്, സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും പോയില്ലെങ്കിലും താങ്കൾ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡിലേക്ക് പോയത് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവർ എങ്ങനെയാണോ ക്ലൈം ചെയ്തത് അതിലാണ് പ്രശ്നം ഉള്ളത്. എന്റെ കയ്യിൽ സംഭവ സ്ഥലത്തേക്ക് പോയ കോൺഗ്രസ് നേതാക്കന്മാർ എന്നിരുന്നാലും ആരൊക്കെയാണോ ഇതിനെപ്പറ്റി ഒരു ന്യൂസ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് അവരെയൊക്കെ കോർട്ടിലേക്ക് കൊണ്ടുപോയി ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചോദിക്കാം. ഇപ്പോ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പോ മറ്റുള്ള മുഖ്യമന്ത്രിമാരും പോയിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പോയിരുന്നു, മധ്യപ്രദേശ് മുഖ്യമന്ത്രി പോയിരുന്നു, മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പോയിരുന്നു. ഇവരാര് പോയതിനെ പറ്റി ഞങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഒരു മന്ത്രി തെറ്റായ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിന് ഞങ്ങൾ ഉറപ്പായും, താങ്കൾ സുഷമ സ്വരാജ്, ഈ സുഷമ അരുൺ ഇവരെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു പക്ഷേ പ്രതിപക്ഷത്തുള്ള മന്ത്രിമാർ ദുരിതമേഖലയിൽ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പാരമ്പര്യം, സോണിയാഗാന്ധി പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നപ്പോൾ എവിടെയെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ നടന്നിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിരുന്നാലും, എന്തെങ്കിലും ആക്രമണങ്ങളോ എന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഉണ്ടായിരുന്നാൽ അവിടെയൊക്കെ ഉറപ്പായിട്ട് പോയിരിക്കും. അതുകൊണ്ട് ആരൊക്കെയാണോ ഇതുപോലെ ബാധിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെയൊക്കെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവൊക്കെ ഉണ്ടായിരുന്നാൽ അത് ശരിയാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. അംഗീകരിക്കുകയാണ്, അവർ പോയേ മതിയാകൂ. പക്ഷെ അവരെ ആരാണ് തടഞ്ഞത്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഹോം മിനിസ്റ്റർ ഷിൻഡെ സാറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, VIP-കൾ ലാൻഡ് ആവുന്ന സമയത്ത് പോലീസ് VIP-കൾക്ക് സംരക്ഷണം നൽകണം. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്, എനിക്കും പോകാൻ സാധിക്കില്ല, അതുപോലെ ആരും പോകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല രജിത് സാർ, അത് ഇപ്പൊ അദ്ദേഹവും പോകില്ല, പോകുന്നവരെ അദ്ദേഹം തടഞ്ഞു നിർത്തുകയും ചെയ്യുകയാണ്. രജിത് സാർ, ഇപ്പോ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അടുത്താണ് നിങ്ങൾ പറയുന്നത്. അതെ, ഇപ്പോ ഹോം മിനിസ്റ്ററുടെ ഡിസിപ്ലിനെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആൾക്കാർക്കും അത് അപ്ലൈ ആകും. പക്ഷേ ഗുജറാത്തിലെ മുഖ്യമന്ത്രി, തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മെയിൻ ഓഫീസർ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ്, അവർക്ക് ഇതൊന്നും അപ്ലൈ ആകത്തില്ല. തീർച്ചയായും അവർക്ക് ഒരു നിയമങ്ങളും എല്ലാവരും എന്റെ ഭാഗത്താണ് തെറ്റ് പറയുന്നത്. പക്ഷെ പോകേണ്ടവരൊക്കെ പോയില്ലേ. ഇനിയിപ്പോ ആരാണോ പോകാത്തത് അത് ഗുജറാത്ത് മിനിസ്റ്റർ കാരണമാണ് പോകാത്തതെന്ന് പറയുന്നു. പക്ഷെ താങ്കൾ പോയവരെയും കുറ്റപ്പെടുത്തുകയാണ്, ആരൊക്കെ പോയില്ലയോ അവരെയും താങ്കൾ കുറ്റപ്പെടുത്തുകയാണ്. ആരാണോ പോയത് അവരുടെ ആ പ്രോമിസും പിന്നെ അവരുടെ ക്ഷമിച്ചേക്ക്, ഞാനിപ്പോ ഒരുപാട് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെ പറ്റിയാണോ സംസാരിക്കേണ്ടത് അവരെ പറ്റി തന്നെയാണ് വിമർശനവും ഉന്നയിച്ചിരിക്കുന്നത്. ആരാണോ പോയത് ആ പോയവരെ പറ്റി യാതൊരു കുറ്റവും നമ്മൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. താങ്കൾ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം പത്രപ്രവർത്തകർക്ക് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്ന ജോലി കഴിഞ്ഞതിന് ശേഷം എവിടെ കുറ്റം നടന്നു, എവിടേക്കാണ് കുറവുകൾ ഉള്ളത്, ആരാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള എൻക്വയറി നടത്തുമെന്നും താങ്കൾ പറഞ്ഞു. പക്ഷേ ഇത്രയും നാളായിട്ടും എങ്ങനെ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അതെ, ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. അതായത് 19-20 ജൂൺ അതിനെപ്പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ചോദ്യം ഉയർന്നു വന്നത്. ഈ പ്രകൃതി ദുരന്തം എങ്ങനെയാ ഉണ്ടായതെന്ന്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയൊക്കെ ഉണ്ട്. അവിടെയുള്ള ആൾക്കാർ ഇപ്പം തന്നെ ഡെറാഡൂണിൽ ഡിപ്ലോയ്ഡ്, അവരിപ്പോ തിരിച്ചു വന്നതും. അതായത് ഏത് അതോറിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇവർക്ക് വർഷത്തിൽ ഏകദേശം 151 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ട്. ഒക്ടോബർ 2007 ഇത് ആരംഭിച്ചത്. പിന്നെ 23 ഏപ്രിൽ 2013 വരെ ഒരു മീറ്റിംഗ് പോലും നടത്തിയിട്ടുമില്ല. ഇവരെങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ നടത്തുന്നത്? ഇപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ
അതിൽ ഫുൾ ടൈംസ് മെമ്പേഴ്സൊക്കെ ഉണ്ട്. ആ ഫുൾ ടൈം മെമ്പേഴ്സ് അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഉറപ്പായിട്ട് തന്നെ ചെയ്തിരിക്കും. ആഫ്റ്റർ ഓൾ ഈ നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സില്ലേ അത് ക്രിയേറ്റ് ചെയ്തു. ഈ NDMA പ്രകാരം ഇവര് അതിന്റെ കീഴെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലല്ലോ. അല്ലല്ല, NDMA ഞാൻ എന്താ പറഞ്ഞു NDMA വരുന്നതെന്ന് കൊണ്ട് വെച്ചാ- യാതൊരു ഉപകാരവും ഇല്ല. ഈ NDMA കൊണ്ട് യാതൊരു ഉപകാരം ഇല്ല എന്നുള്ള കാര്യം ഈ ദുരിതബാധിതർക്ക് ഒരുപക്ഷെ താങ്കൾ ഫാക്സിലേക്ക് പോയാൽ ചെയ്തില്ലെന്ന് മനസ്സിലാക്കാം. 30 സ്റ്റേറ്റുകളിൽ വെറും 7 സ്റ്റേറ്റുകൾ മാത്രമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി കമ്മിറ്റികൾ അതൊരു ഉണ്ടാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ സർക്കാരിന്റെ കാര്യമാണെന്ന് പറയാം. ഞാൻ അല്ലല്ല, പറഞ്ഞത് ഞാൻ അതിനെ ചോദിക്കുന്നത് പറ്റിയൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ അവരോട് ചോദ്യങ്ങൾ ഇല്ല, ചോദിക്കുന്നതാണ് ഇല്ല, താങ്കളുടെ ഇല്ല, ജോലി. ഞാൻ പക്ഷേ അവരെ ഒരു കണ്ടില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ഈ വന്ന പ്രകൃതി ദുരന്തത്തിന്റെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റേറ്റ് പ്രകാരം ആ സ്റ്റേറ്റിലുള്ള മന്ത്രിമാരുടെയൊക്കെ ജോലിയാണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മന്ത്രി അത് പറഞ്ഞതിന് ശേഷവും എഴുതി കൊടുത്തതിന് ശേഷവും ഇനിയിപ്പോ പോയതിനു ശേഷവും എന്റെ നാട്ടിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ശരിയല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ചോദ്യം മന്ത്രിയോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്? അതല്ലേ അതിന്റെ ശരി? ഉത്തരാഖണ്ഡ് സർക്കാരിന് റിപ്പോർട്ട് വന്നുകൊണ്ടേയിരുന്നു. അതായത് അവർക്ക് വാണിംഗ് നൽകിക്കൊണ്ടേയിരുന്നു. 2 ദിവസത്തിന് മുൻപ് പറഞ്ഞു പല പല സ്ഥലങ്ങളിൽ നിന്ന് വാണിംഗ് ലഭിച്ചു, പക്ഷേ സർക്കാർ ഒന്നും തന്നെ ചെയ്തില്ല. നോക്ക്, ഇപ്പൊ നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിച്ചത്? അതിന്റെ ഉത്തരം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതെ, ഞങ്ങളുടെ പക്കൽ ഇതിന്റെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, പ്രകൃതിയുടെ കാലാവസ്ഥ ശരിയല്ല എന്ന്. ദേ നോക്ക് റെഡ് സാർ, എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഒരു മലയില്, അയാൾക്ക് അവിടെ എപ്പോഴും കാലാവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. മേഘം വരും, മഴ പോകും, അങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഇതൊരിക്കലും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ക്ലൗഡ് ബെസ്റ്റ് ഇതൊന്നും ആരും തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ അതില് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അവിടുത്തെ ജില്ലയിലെ ആൾക്കാർ ശരിയായ സമയത്ത് അവരുടെ ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ എന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ എന്തൊക്കെയായാലും ഉണ്ടായിരിക്കും. അതൊക്കെ എന്തായാലും നടക്കുന്ന കാര്യമാണ്. ശരി, അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ പറയാൻ സാധിക്കുമോ? ഈ തെറ്റുകൾ എവിടെയാണ് സംഭവിച്ചത്, എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് താങ്കൾക്ക് ജനങ്ങളോട് പറയാൻ പറ്റുമോ? ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തെ ഞാൻ എടുത്തു ചാടി അതിനൊരു ഉത്തരം ഇപ്പോൾ ആപ്കി അദാലത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു വാക്ക് തരുക, ഞാൻ ഈ കാര്യം ഉറപ്പായിട്ടും സർക്കാരിന്റെ അടുത്ത് എത്തിച്ചിരിക്കും. തിങ്കളാഴ്ചക്കകത്ത് നിങ്ങളോടും ഈ കാര്യം ഞാൻ പറഞ്ഞിരിക്കും. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് നിങ്ങൾക്കെപ്പോ വരും എന്നുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾക്കിത് എല്ലാവരോടും പറയാവുന്നതാണ്.